നാട്ടുകാർ, ഷമീർ ആൻഡ് ഗ്യാങ് ഇന്ന് ലൈവായിട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി പോയി അതിൻ്റെ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയിൽ ഫുള്ള് കമൻസ്, ഓൾഡ് ടെസ്റ്റ് റിസൾട്ട്, ഓക്കെ, ആ ഹാർഡ് കോപ്പി വിത്ത് അതിലെ വാട്ടർമാർക്ക് കാണിച്ചാൽ പോരെ, എന്തിനാ ഈ ഇത്ര കഷ്ടപ്പെടുന്ന ഷമീർ എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് അതിനിടയിൽ കമൻറ്റ് ചെയ്യുന്നു. യെസ്, നമ്മുടെ MRC ഷമീർ ആൻഡ് ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ വട്ടത്തിൽ മൂഞ്ചി തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവരെ പൂട്ടി. ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് നല്ലൊരു കൈയ്യടി. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിൻ്റെയും മറ്റേ ഇവരുടെ ഗ്യാങ്ങിൻ്റെ ഒരു നല്ല അടിപൊളി പ്ലാൻ, അതായത് ദൃശ്യം 5 പോലും കാണാത്ത ടൈപ്പ് ഒരു പ്ലാനായിരുന്നു. സീക്രട്ട് ഏജൻറ്റ് എന്തായാലും പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. പഴയ ടെസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നു. അതായത് മറ്റേ ഇവന്മാരെ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കമ്പനി തന്നെ ആ ഒരു സെൻറ്റർ, ഡയഗ്നോസ് ചെയ്യുന്ന സെൻറ്റർ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ്. അവരുടെ ഇതുവരെ ഇവൻ ഫേക്ക് ചെയ്തിട്ട് കാണിക്കുക. എൻ്റെ പൊന്നും എന്ത് പറയാനാ. എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഇവൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഷമീർ ആദ്യം ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒന്ന് കാണിക്കുന്നതിൻ്റെ ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം കാണാം. ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ചു, നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ അല്ല, അത് മറ്റേ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അതൊരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കമുണ്ട്? ഞാൻ 2 കോപ്പി എടുത്തിട്ടുണ്ട്. ആർക്കാ എങ്ങനെയെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ സീക്രട്ട് ഏജൻറ്റിനോ ആയിരിക്കാമെന്ന് വെച്ചാൽ അയച്ചുതരാം. അപ്പോൾ അവർ ഇതായിക്കോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ലൊക്കേഷൻ കാണിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒളിവിലാണ്. ലൊക്കേഷൻ ഞാൻ മറച്ചു പിടിക്കുന്നു, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാത്രമേ മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതാ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സമയങ്ങൾ, 18/6 സമയങ്ങൾ, കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും തന്നെയാണ് കേട്ടോ. ഇതാ ശരിക്കും പറഞ്ഞാൽ യുവമാർക്ക് തന്നെ വ്യക്തമായൊരു ധാരണയില്ല യുവമാർ എന്താ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ യുവമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്ലാൻ ചെയ്തിട്ടാണ് ഈ മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ആൾക്കാരെ പൊട്ടനാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ യുവമാർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവമാർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ബാക്ക് ടു സ്ട്രീമിംഗ് തന്നെ വീണ്ടും ചെയ്യും. അപ്പോൾ യുവമാർക്കൊരു ഫെയിം ഉണ്ടാക്കാൻ, നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കാൻ കാണിച്ച പരിപാടി തന്നെയാണ്. എനിക്ക് 100% ഉറപ്പാണ്. അത് ആദ്യം വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലൊരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഓരോ ഒത്തുകളി കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇവർ തന്നെ ഒരു നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കിയിട്ട് ആ ഒരു നെഗറ്റീവ് ഫെയിം വെച്ച് തന്നെ സ്ട്രീമിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ബാക്കി വീഡിയോ നമുക്കൊന്ന് കാണാം. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതാണല്ലോ അതിൻ്റെ ഹരം. ഷമീറിൻ്റെ ചാനലിൽ ചെല്ലുക. ഷമീർ ഈ റിസൾട്ട് ഒരു ലിങ്കായിട്ട് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സുക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്, സുക്ര. ലിയോ ലാബ് യൂസ് ചെയ്യുന്നത് സുക്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഓക്കെ, ഈ സുക്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, ഈ സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി ബിൽഡ് ഫോർ ഓട്ടോമേഷൻ ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ ആണ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ. യെസ്, ഈ സാധനം ഞാനും ക്രോസ് ചെക്ക് ചെയ്താണ്, ഉള്ളത് തന്നെയാണ്. ഈ പുള്ളിക്കാരൻ പറയുന്നത് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് ഉള്ളത് തന്നെയാണ്. ഇൻഫർമേഷൻ മാനേജർ സിസ്റ്റം. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ ഇത് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് ഈ സുക്ര എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിനെ കുറിച്ച് പറയാൻ കാരണം ഈ ലാബുകാർ യൂസ് ചെയ്യുന്നത് സുക്രയാണ്. അത് അത്രയും ക്രെഡിബിൾ ആണ്. അതിലൊന്നും ആർക്കും കയറി തിരുത്താൻ പറ്റും. യെസ്, ഇത് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതങ്ങനെ ആർക്കും ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാനും ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഹാക്കർക്കും സുക്രയെ കയറിയിട്ട് ഒരു റിപ്പോർട്ട് തിരുത്താൻ പറ്റില്ല. ഓർത്തു വെച്ചോ. ഇന്ന് ഷമീർ ഓൻ്റെ റിസൾട്ട് കാണിച്ചത് ഓൻ്റെ ഹാർഡ് കോപ്പി, ഈ പറഞ്ഞ പേപ്പർ, ഓന് ലിയോ ലാബിൽ നിന്ന് കിട്ടിയ ഹാർഡ് കോപ്പി പേപ്പർ ആ എൻവലപ്പിൽ നിന്ന് പുറത്തെടുത്ത് ഞാൻ പറഞ്ഞ പോലെ എടുത്ത് വാട്ടർമാർക്ക് വെച്ച് കാണിച്ചു. ഓൻ്റെ അതിബുദ്ധി, ഓൻ്റെ ഓവർ കോൺഫിഡൻസ്, ഹരിയാണനെ വെല്ലുവിളിക്കാനുള്ള ഓൻ്റെ ഒരു ത്വരയായിരിക്കും ഇതോൻ ചെയ്തത്. കൺവിൻസ് ആയില്ല എനിക്ക് മാത്രം, ബാക്കി നാട്ടുകാർക്ക്. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വട്ടത്തിൽ പാളി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓൻ്റെ കുറേ ഓഡിയൻസിന് ഇത് കൺവിൻസ് ആയിട്ട് ഇന്നെ ഒന്ന് തെറി വിളിക്കുന്നുണ്ട്. അവരോടാ പറയുന്നത്, ഇവൻ ഈ പിൻ ചെയ്ത് വെച്ച ഇത് ഓൻ്റെ ചാനലിൽ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഓൻ്റെ ചാനലിൽ ഓൻ പിൻ ചെയ്ത് വെച്ച ഡ്രഗ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ സുക്രേൻ്റെ ലിയോ ലാബിൻ്റെ റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അതിൽ നിങ്ങൾ ഇത് വായിക്കണം. ഇതിനകത്ത് എൻ്റെ SID നമ്പർ അടക്കം എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്.
എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവൻ്റെ ഇപ്പോൾ ഉള്ള റിസൾട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സൈഡിൽ നമ്മൾ കളഞ്ഞ അവിടെ 05040661 ഇത് കൊടുക്കാം. എന്നിട്ട് ഈ ഡേറ്റ് 2006 എന്നുള്ള സ്ഥലത്ത് ഈ ഡേറ്റ് 27-ാം തീയതിയാണ് ഇന്നത്തെ ഡേറ്റ്. അത് മാറ്റിയിട്ട് പണ്ട്, അതായത് 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഡേറ്റ് 18-ാം തീയതി ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ SID നമ്പറും കിട്ടി, നമുക്കൊരു ഡേറ്റും കിട്ടി. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്തിട്ട് ഗോന്ന് കൊടുത്താൽ അവൻ്റെ പഴയ റിസൾട്ട് കിട്ടും. ഇത് വിളി മോനെ, ഇതാണ് പഴയ റിസൾട്ട്. ഇത് ഞാൻ പറയുന്നതല്ല. ഓക്കെ, ഇത് ഞാൻ പറയുന്നതല്ല. ഇത് സുക്ര എന്നുള്ള സൈറ്റിനകത്ത് SID നമ്പർ 05004061 18/6/2026. ഓക്കെ, സമയം ഉണ്ട് ഇതിനകത്ത്. 1 മണി 50 മിനിറ്റ് ഉണ്ട്. 1:50. പേര് കണ്ടിട്ട് ഓൺലൈനല്ലേ ഞാൻ. അയ്യൻ്റെ മോനെ എന്തൊക്കെയാണ് കാണേണ്ടത്. എന്തായാലും എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ വെച്ചേക്കാം. എന്നെ പോസിറ്റീവായിരിക്കുന്ന സാധനം ഞാൻ ഇത് സൈഡിൽ വെച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവന്മാരോട് പറയാനുള്ളത്, ഇവന്മാർ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സിനെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവൻ്റെയൊക്കെ സ്ട്രീം കാണുന്നത് ഏകദേശം 18 വയസ്സ് താഴെയുള്ള ആൾക്കാരെ കാണുന്നത്. അവർക്കൊക്കെ കണ്ട് പഠിക്കാൻ പറ്റിയ ഐറ്റമാണ് ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവന്മാർ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇവന്മാർ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും വേണ്ടി മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ ഫോളോവേഴ്സിന് ശരിക്കും ബ്ലൈൻഡ്ലി ഇവന്മാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇവന്മാർക്ക് ഇന്ന സാധനം ചെയ്താൽ മാത്രമേ ഇവർക്ക് വ്യൂ കിട്ടുള്ളൂ എന്ന് ഇവർക്ക് വ്യക്തമായി അറിയും. അതിനനുസരിച്ച് ഇവർ സ്ക്രിപ്റ്റ് അനുസരിച്ച് തൊപ്പി പഠിപ്പിച്ചു കൊടുത്താണ്. ഇതൊക്കെ പണ്ട് തൊപ്പി പഠിപ്പിച്ചു കൊടുത്താൽ ആ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് അവർ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ചെറിയൊരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെയും കൂടി ഉമ്മ സത്യം ഞാൻ ചെയ്യാൻ വന്നു. ഞാൻ വീഡിയോ എടുക്കാൻ സംഭവം അറിയാം. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇപ്പോൾ ഓൾറെഡി ഇവരൊക്കെ ഇതിട്ടല്ലോ, ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ടെസ്റ്റ് ചെയ്യില്ല പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ആദ്യം വിചാരിച്ചത്. എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ. ആർക്കും സംശയമൊന്നുമില്ലല്ലേ? തീരെ സംശയമില്ല. അതായത് ഒരേ ഗ്യാങ് ഹൗസിൽ താമസിക്കുന്ന ആൾക്ക് അത് രാവിലെ ഇവൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുക. ഇവൻ്റെ ആവശ്യമാണല്ലോ ഇവൻ ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ അതേ സമയത്ത് വേറൊരുത്തനെയും കൂടെ കണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ വരുന്നതെന്ന്. കൊള്ളാം, ആൾക്കാർക്ക് എന്തായാലും വിശ്വസിച്ചു എല്ലാവരും. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.